ആരാടാ എന്റെ സ്വന്തം തിരുവനന്തപുരത്ത് കാലുകുത്തിയത്? ആരാ അത്? ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻകുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നോ? എന്നെയും കൊണ്ട് വന്നതെന്ന് ഞാൻ അതല്ലേ ചോദിച്ചേ. എന്റെ ഈ പുതിയ വീട്ടിലെ കയറി താമസം നിങ്ങൾ എന്തിനാ വന്നേന്ന്? നിനക്ക് ലോകപരിചയം വളരെ കുറവാണ്, അതുകൊണ്ട് പറയുക ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല. ഞാനെനിക്ക് ലോകപരിചയം ഒരുപാടുണ്ട്. നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റിട്ടാ. നീ നാഗാലാൻഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. 3-4 റൈഡേ കയറി ഇത് വയ്ക്കാം. അത് വീഗാലാൻഡ്, ഇത് നാഗാലാൻഡ്. അതിഭയങ്കരമായ നാഗന്മാരുള്ള സ്ഥലമാണ്. ഇലക്ഷൻ എന്തായാലും അടുത്തു. ഇനി ഇതേപോലത്തെ പല സംഭവങ്ങളും നമ്മൾ കാണേണ്ടി വരും. ഇനി ദാണ്ടേ ഇതൊന്ന് നോക്ക്. ഇപ്പൊ നമ്മൾ കണ്ടത് വെറും നായ്ക്കളല്ല, വ്യത്യസ്തങ്ങളായ സ്വഭാവം കാണിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകളാണ്. ഇവരുടെ വ്യത്യസ്തത എന്താണെന്ന് നമുക്കറിയണ്ടേ? പോകാം, വെള്ളരിക്ക പട്ടണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂര് ഞാനിങ് എടുക്കും എന്ന സുരേഷ് ഗോപി, പിന്നെ പുളിക്കും എന്ന് TN പ്രതാപൻ. അയ്യോ ഹലോ, അത് അവിടെ വച്ചേരെ, അത് എനിക്കുള്ളതാണ് എന്ന് സുനിൽ കുമാർ. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ പാർലമെന്റില് നമ്മൾ കണ്ട ഒരു ചെറിയ രംഗം, അത് കാണുവാനായിട്ട് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ സവിനയം സാദരം ക്ഷണിക്കുന്നു. As the last village in the country are also insulted by ICHR. Sir, I am putting it on record, sir. Edamalakkudi was picked as the last village in the country in the Prime Minister's Narendra Modi ji's focused action plan for supplying electricity. are also insulted by ICHR. Sir, But it was only the last village, and the last home in that village, or the first home in the village, was the responsibility of the state government. are also insulted by ICHR. Sir, ഇനി നമുക്ക് ആദ്യം കണ്ട സാംസ്കാരിക നായകളിലേക്ക് വരാം. ആദ്യം കേരളത്തിന് പുറത്ത് മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ കുരയ്ക്കുന്ന സാംസ്കാരിക നായകൾ. ഇനി അടുത്തത് കുറച്ച് എന്തെങ്കിലും അധികാര കസേര കിട്ടുമല്ലോ. ഈ അധികാര കസേര കിട്ടാൻ വേണ്ടിയാണല്ലോ വെറുതെ കിടന്ന് കുരയ്ക്കുന്നത്. അധികാര കസേര കിട്ടിക്കഴിഞ്ഞാൽ മുതലാളി വന്ന് കൂമ്പിനിട്ടിടിച്ചാലും ഒരു പ്രതികരണമില്ലാതെ അദ്ദേഹത്തിന്റെ ആസനവും താങ്ങിയിരിക്കുന്ന നാണം കെട്ട സാംസ്കാരിക നായ. ഇനി ഇത് കാണാതെ പോകരുത്. ഇത് പ്രത്യേകതരം സാംസ്കാരിക നായകളാണ്. കാരണം കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വായും തുറക്കില്ല, കുരക്കുകയില്ല. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എവിടെ? യു പിയിൽ എന്തെങ്കിലും നടന്നാൽ മാത്രം വായ തുറന്ന് കുരയ്ക്കുന്ന നാണം കെട്ട സാംസ്കാരിക നായകൾ. നമ്മുടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ സമരാഗ്നി ഇപ്പൊ ഏത് ജില്ലയിലാണ് എത്തിയതെന്ന് ഒരു കൺഫ്യൂഷൻ. അവർ പരല് വെച്ച് നോക്കുകയാണ്. ഇത് പത്താമത്തെ ജില്ല 10 ജില്ല കഴിഞ്ഞു. ഇന്ന് 11ാമത്തെ ജില്ലയിലേക്ക്, ആലപ്പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. 10 കഴിഞ്ഞ് 11ാമത്തെ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഗ്നി എന്ന അത് ഓക്കെയാണ്. ഓക്കെയാണ്, ഡബിൾ ഓക്കെ.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തി വരുന്ന മതി മതി, തൃപ്തിയായി, സന്തോഷായി. അപ്പോ ഇനി നമുക്കൊരു ജനഗണമന ആയാലോ? ഒന്നൂടെ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഓ, അതെന്തായാലും നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ മംഗളം, മനോരമ, മനോരാജ്യം, പൂമ്പാറ്റ വരെ നമ്മൾ സഹിക്കേണ്ടി വന്നനെ. ശരവഞ്ചരം ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയ ജയൻ അഭിനയിച്ച ചിത്രം. ആ ചിത്രത്തിന്റെ 2ാം ഭാഗം ഇപ്പോൾ പുതുതലമുറയെ പുളകമണിയിക്കാൻ വേണ്ടി ഇറങ്ങി എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ ട്രെയിലറിലേക്ക്. പുതിയ ശരവഞ്ചരത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.